ചോറായിട്ട് കഴിക്കട്ടെ. കഴിക്ക്. ഞാനില്ല, എനിക്ക് വേണ്ട. പൈസന്റെ ഓണറെ കിട്ടി വെച്ചോട്ടെ. എന്തായി പൈസന്റെ ഓണറെ കിട്ടിയോ? ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇന്നത്തെ വീഡിയോ ആരംഭിച്ച് ആരും ഉണ്ടാവണം സ്വാഗതം എന്നൊക്കെ പറയാം. 10:30 നമ്മൾ തുടങ്ങണം കേട്ടാ. ഇറങ്ങിയിട്ടില്ല, എപ്പോഴും ഇറങ്ങാൻ വേണ്ടി പോകണുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വലിയൊരു ഫ്ലക്സ് വെക്കുന്നുണ്ട്. നാട്ടിലെല്ലാവരുടെ ഫോട്ടോ വെച്ച് അവനവരുടെ ടീമിൻ്റെ ജേഴ്സി ആയിരിക്കും, അവനവൻ്റെ മുഖമായിരിക്കും. അപ്പോൾ അത് എയിൽ പ്രൊമിറ്റൊക്കെ അടിച്ചു കൊടുത്ത് ക്ലിയർ ആക്കി ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കി 1 മണിയോളമായി. അത് കഴിഞ്ഞ് രാവിലെ നേരത്തെ എണീക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. 8:30 ആയിരുന്നു എണീറ്റപ്പോൾ. എണീറ്റ് 8:30 ആയിട്ട് ഞാൻ നേരെ എഡിറ്റിങ് പരിപാടി നോക്കി റെൻഡർ ചെയ്തിട്ട് കുറേ നേരമായി. കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചു. അപ്പോൾ ഇവിടെ ആര്യക്കും ചിന്നുവിന് എന്തോ ഒരു പണിയുണ്ട്. മടക്കിയൊക്കെ ഹെൽപ്പാ? തണുപ്പല്ല, ഹെൽപ്പാണോ? സഹായിക്കാണോ? ആ ഓക്കെ. ഞാൻ ഓടാൻ പോവുകയാണ്. കാക്കിയെടുത്താ അവള് പറഞ്ഞ നന്നായി. കാക്കി ഷർട്ട്. ഓക്കെ കാക്കി ഷർട്ട് എടുത്തു, പൈസ എടുത്തു, ചാവി എടുത്തു, എല്ലാം എടുത്തു. ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് കൂടി എടുക്കണം, മൊബൈൽ എടുക്കണം. ഇതില്ലെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് ചെറിയ വീഡിയോ ഒക്കെ ഞാൻ ഫേസ്ബുക്കിലേക്ക് എഡിറ്റ് ചെയ്യുമ്പോഴേക്ക് എനിക്ക് പറ്റില്ല. ഞാൻ പോവാട്ടെന്നാ. വെള്ളം വെച്ചോ. ഓക്കെ. വണ്ടിയിൽ വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തൊട്ട് പറഞ്ഞിരുന്നു. വെള്ളം വയ്ക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യും. വണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഇന്നലേക്ക് ഒന്നും സമയം ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ തുടച്ചിട്ടുള്ള സീറ്റ് അപ്പത്തിന് പൂച്ച കയറിയാൽ പിന്നെ മാറ്റൊന്നും കഴുകിയില്ല. അങ്ങനെ മതി. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഒന്ന് കഴുകണം വണ്ടിന്. ഇന്ന് പിന്നെ ഫുള്ളായിട്ട് ഓടാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഫ്രണ്ടിൻ്റെ അച്ഛന് ഇതിന് മുമ്പ് ഒരു ദിവസം മരണപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ 40 ഇന്ന്. അപ്പോൾ 40 ആയതുകൊണ്ട് തന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അതൊന്നും എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. അമ്മയ്ക്ക് വീട്ടിലൊന്നുമില്ല, ചെക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പോകണം. അത് വൈകിട്ട് ഒരു 6-6:30 മണിയാകുമ്പോഴേക്ക് അവരുടെ വീട്ടിലെത്തണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ രാത്രി കുറച്ച് നേരത്തെ, രാത്രി ആകുമ്പോൾ സാധാരണ നമ്മൾ നേരത്തെ തന്നെ സൈഡാക്കുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടി നേരത്തെ സൈഡാക്കേണ്ടി വരും ഇന്ന്. അപ്പോൾ ചെക്കന്മാരാണെങ്കിൽ ഇപ്പോഴും ഫോട്ടോ വിട്ടുകൊണ്ടൊക്കെ വാട്സപ്പിക്ക് ഫോട്ടോ വിടുന്നു, പൈസ അയക്കണ്, പിരാന്ത വെച്ചഞ്ഞ്. ഞാൻ വേറെ ഒരുത്തനെ ചാർജ് ചെയ്യണം. എത്ര രീതി ചിലവതാണെങ്കിൽ ഫോട്ടോ കറക്റ്റ് അല്ലെങ്കിൽ പ്രൊമിറ്റ് കറക്റ്റായിട്ടും ഫോട്ടോ കറക്റ്റ് അല്ലെങ്കിൽ അത് കിട്ടണില്ല. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട്. എന്തായാലും പോയോ കൂട്ടാ, ഇറങ്ങട്ടെ. ഏത് നേരത്തെ ഇറങ്ങണേ. മഴയില്ലാത്തൊരു ശനിയാഴ്ചയാണെന്ന്. സ്റ്റാൻഡിലെത്താറായിട്ടുണ്ട്. അങ്ങാടിയിൽ എത്തിക്കണ്ട. സ്റ്റാൻഡിലെത്തിന്ന് തന്നെ പറയാം. നമ്മൾ എത്രയോ നേരം വൈകി ചങ്ങന്മാരെ. 10:45 സമയം. 10:45. കുഴപ്പമൊന്നുമില്ല. നമുക്ക് കിട്ടേണ്ട എന്തായാലും കിട്ടും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പരിപാടി അല്ലേ ഒരു നേരം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം നമ്മൾ ക്ലബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെക്കന്മാരുടെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം പോലെ നമ്മൾ മൊത്തത്തിലൊരു പരിപാടി ഫ്ലക്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ മുന്നിട്ട് ഇറങ്ങിയിട്ട് അതേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നേരത്തെ ഇറങ്ങണം എന്ന് കൂടി പറഞ്ഞാൽ ഒക്കെപ്പാടെ നടക്കൂലല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളെ കൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒന്നേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ. കുടുംബം നോക്കേണ്ടി വരും. കുടുംബം നോക്കുമ്പോൾ യാത്ര പോകാൻ വേണ്ടി പറ്റില്ല. അത്രേ ഉള്ളൂ. കൈനീട്ടം കിട്ടി 70 റുപ്യ. ഒരു എന്താ പറയുക, ഭായിയും കൊണ്ടാണ് വന്നിരുന്നത്. അന്യസംസ്ഥാന തൊഴിലാളി, അതിഥി തൊഴിലാളി. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു 70 രൂപ കിട്ടി. ഇനി വണ്ടൂരിലേക്കനെ നല്ലോണം പണിയുണ്ട്. എനിക്കാണെങ്കിൽ മൊബൈലിൽ എഡിറ്റിംഗ് ഉണ്ട്. അത് പോരാത്തോണ്ട് പ്രോംപ്റ്റ് ChatGPT ജെമിനിയിൽ ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിപ്പോഴും യൂസ് ചെയ്യാത്തവര്. അപ്പൊ അവർക്കുള്ള ഫോട്ടോ ഏതാണ്ട് 35ഓളം ആളുകൾ ഇപ്പോൾ നിലവിൽ പൈസ തന്നവരുണ്ട് 100 രൂപ വെച്ച്. അതായത് 3500 രൂപയോളമായല്ലോ. അപ്പൊ ഇത്രയും ആളുകളുടെ ഫോട്ടോ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സച്ചു ഗ്രിതിന്. ഞങ്ങൾ രണ്ടാളും പാടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവൻ്റെ ഇത്ര നേരം ചെയ്തത്. ഇനിയിപ്പോ ഞാനും കുറച്ചു നേരം കൂടി കൊടുക്കട്ടെ, അല്ലാതാണെങ്കിൽ കഴിയില്ല. നമുക്ക് നാളെ ഞായറാഴ്ചയാണ്, നാളെ ഫ്ലക്സ് കയറണം, നാളെ കയറ്റിയിരിക്കും. ആ ഒരു ഇതിലാണ്. റോഡൊക്കെ കണ്ടെങ്കിൽ വളരെ ഫ്രീ ആണ്, ഒരു തിരക്കുമില്ല, ഒന്നുമില്ല. അപ്പോഴും ഇപ്പോഴൊക്കെ ഒരു വണ്ടി എന്നുള്ള ലെവലിലായിക്കണം. പോകുന്ന വഴിയിൽ ഇവിടെ നിങ്ങൾക്കൊരു ഇത് കാണിച്ചാലേ ഞങ്ങള് വേൾഡ് കപ്പിന്റെ മാതൃകയിൽ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഗോൾ എന്ന് പറയുന്നത്. എന്താ
ഇത് ഞങ്ങളുടെ വണ്ടൂർ തന്നെയാണത്. വണ്ടൂരിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെയാണ് അത് കിടക്കുന്നത്. ഇനി വേറെ ഒന്നും കൂടി ഉണ്ട്, വേൾഡ് കപ്പ് തന്നെ ഉണ്ട്. കപ്പ് കാണിച്ചാൽ കപ്പ് കാണണമെങ്കിൽ നമ്മൾ ഇനി മെയിൻ റോഡിലേക്ക് തന്നെ കയറണം. ആ വഴിക്ക് കൂടി കയറിയിട്ട് നമുക്ക് നൈസായിട്ട് കയറാം. ഓക്കെ, ഇനി ഇവിടെ അർജന്റീനയുടെ ഒരു ഫ്ലാഗ് കിടക്കുന്നു. അങ്ങനെ എന്താ പറയാ, ഭയങ്കര ആവേശത്തിലാണ് എല്ലാവരും. ഞാൻ അവിടെ എത്തട്ടെ. അവിടെ എത്തിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കപ്പുണ്ട് കാണാം. ഇവിടെ ആളുകളൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടോ. വേൾഡ് കപ്പ് കണ്ടോളി. ഇതാണ് വേൾഡ് കപ്പ്. അടിപൊളിയല്ലേ. ഇത് ഇവിടെ ചെട്ടിയാറമ്മൽ എന്ന് പറഞ്ഞ സ്ഥലം, വണ്ടൂർ ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ ആയല്ലേ, വണ്ടൂർ തന്നെ. ഇവിടെ പിന്നെ ഇതിന്റെ ബാക്കിലായിട്ട് ക്രിസ്ത്യാനോന്റെ ഒരു പടുക്കൂറ്റം കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നാട്ടിൽ വെച്ചിട്ടില്ലേ, അതേ ഡിസൈൻ തന്നെ, അതേ സാധനം കൊണ്ട് ഞാൻ കാണിക്കാത്തത്. അപ്പൊ ഈ ഒരു കപ്പും കൂടി നിങ്ങളെ കാണിക്കാത്. ഇതിന്റെ മേലെ വെക്കാനുള്ളൊരു വരി. ഇത് ഏതാണ്ട് എത്ര അടിയാ പറഞ്ഞത് അവര്? മൊത്തം 10 അടിയോ, മൊത്തം 10 അടിയോ 12 അടിയിട്ട് ഉണ്ട് സാധനം കേട്ടോ. ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ്, നാട്ടിലെ ഏതോ ഒരു കലാകാരനാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എല്ലാ വർഷവും ഒന്ന് മോടി പിടിപ്പിക്കലുണ്ട്. അപ്പൊ അത്തരത്തിൽ മോടി പിടിപ്പിച്ചപ്പോ ഇവിടെ കായിക മന്ത്രിയൊക്കെ വന്നിരുന്നതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. കറക്റ്റ് അല്ല, കറക്റ്റ് ആണൊക്കെ അറിയില്ല. അങ്ങനെ ചെറിയൊരു എന്താ പറയാ കരക്കമ്പി കേട്ടു, അത്രേ ഉള്ളൂ. വന്നിട്ടുണ്ടാവാം, കാരണം അദ്ദേഹത്തിനെ പാസ് ചെയ്തപ്പോ പോയിട്ടുണ്ടാവാം. ഏതായാലും വേൾഡ് കപ്പും നിങ്ങൾ കണ്ടു, ഫുട്ബോളും കണ്ടു. ഇനിയിപ്പോ അവിടെ പ്രത്യേകിച്ച് വണ്ടൂർ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തില് അവിടെ വണ്ടൂർ തന്നെ ഉള്ളു തോന്നുന്നു ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ട്രോഫി ഉണ്ടാക്കി വെച്ചിട്ട്. അതിനൊരു ലൈക്ക് നിങ്ങൾ അടിക്കണം. ഫസ്റ്റ് ഗ്യാപ്പിലാണ്. എന്നാൽ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് വരും. നമ്മുടെ 2ാമത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് വന്നതാണ്. 70 രൂപയ്ക്ക് മാത്രമാണ് നമ്മൾ ഓടിയിട്ടുള്ളത്. 2ാമത്തെ ട്രിപ്പ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ്. സമയം 12:34 ആയിട്ടുണ്ട്. അപ്പൊ ചെങ്ങന്മാരെ 2ാമത്തെ ട്രിപ്പ് അതൊരു 110 രൂപയുടെ ആയിരുന്നു. 110 രൂപ ഞങ്ങൾ മേടിക്കുന്നത് 5 കിലോമീറ്റർ 5 കിലോമീറ്റർ അങ്ങനല്ലേ, നോക്കട്ടെ ഒരു മിനിറ്റ്. അതെ 5 കിലോമീറ്റർ ദൂരത്തേക്ക് 110 രൂപ. ഇവിടെ ഒരു മനോഹരമായിട്ട് വലിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടാ. കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്. കോട്ടക്കുന്ന്, മലപ്പുറം കോട്ടക്കുന്നില്ല. ഞാൻ രാവിലെ ഒരു 2 ബ്രെഡാണ് കഴിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട്. വിശാലമായ നല്ല ഗ്രൗണ്ട്. പക്ഷെ കളിക്കാൻ ആളില്ലോ. ഇവിടെ ക്രിക്കറ്റിന്റെ ഒക്കെ എന്താ പിന്നെ പറയാ, ക്രിക്കറ്റ് കളിക്കാനുള്ള ഗ്യാപ്പ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ക്രിക്കറ്റ് പിച്ച് അല്ലേ, പിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒടിവിലെ പടച്ചോനെ ഓടി വളഞ്ഞൊടിഞ്ഞു പോലെ കരുതിയോ, നേരെ വരും കരുതി. ഭാഗ്യവശാൽ ഒടിഞ്ഞു, കുഴപ്പമില്ല. ഏതായാലും ഇതാണ് ഗ്രൗണ്ട് കഴിഞ്ഞ് പോവുകയാണ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയാലെന്ന് കരുതുന്നുണ്ട്. ചിന്മനൊന്ന് വിളിച്ചു നോക്കണം അവിടെ ഫുഡ് ആയിട്ടുണ്ടോന്നുള്ളത്, കറി ആയിട്ടുണ്ടോന്നുള്ളത്. കാരണം ഞാനൊന്നും കഴിച്ചില്ല. ആകെ 2 ബ്രെഡ് കഴിച്ചിട്ടാണ് 1 മണി വരെ ഞാൻ നിന്നത്. ഇപ്പൊ സമയം 1 മണിയായിരുന്നു. 1 മണി വരെ നിൽക്കുന്നത്. രാവിലെ എണീറ്റിട്ട് എഡിറ്റിങ് കഴിഞ്ഞിട്ട് 2 ബ്രെഡ്. വിശക്ക് ഉണ്ടെങ്കിൽ നല്ല കനത്ത് തന്നെ കഴിക്കണം. ഞാൻ നല്ല കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുകൊടുത്താലേ അപ്പൊ അതൊക്കെ അയക്കും. അതിന്റെ രുചിന്റെ നാവിലിങ്ങ് തങ്ങി നിൽക്കുന്നുണ്ട്. നേരെ വീട്ടിൽ ഒരു പപ്പടം ഉണ്ട്, മുരിങ്ങാക്കറി ഉണ്ട്, ചിക്കൻ്റെ പാർട്സ്, അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചത്. മോളൊക്കെ നല്ല തീറ്റ തിന്നുന്നു. പെപ്പാപ്പിക്ക് കാണുന്നു അല്ലേ. കാണുന്നു അല്ലേ. അതിൽ കുറുക്കനുണ്ട്, ആമണ്ട്, മുയലുണ്ട്. ആകണേ വേറാക്കണം ആണ് മുയൽ. കാണൂല ശരിക്കും ഇതിൻ്റെ എന്താ വെച്ചാൽ ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ വെക്കണം. അപ്പോഴേ ക്യാമറ എന്താ പറയുക കയറി വരുന്നില്ലല്ലേ. വരും അത് കുറച്ച് നേരം വെക്കണം. അതുവരെ ഇങ്ങനെ മിന്നി കണ്ണിന് കയറുന്നത് അല്ലേ. ഭക്ഷണം കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. 1:15 സമയമായി. ഉച്ച വരെ നമ്മൾ 180 രൂപ കൂടിയാ. കുറു ഇനി അത് ഞാൻ മാറ്റാൻ പോകുകയാണ് ഈ ചാനല്. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഈ നേരം വരെ കണ്ടു. ഇനി ഞാൻ മാറ്റാൻ വേണ്ടി പോവാം കേട്ടോ. പൈസന്റെ ഓണറെ കിട്ടി വെച്ചോട്ടെ. എന്തായി പൈസന്റെ ഓണറെ കിട്ടിയോ? ഇല്ല, അതല്ലായിരുന്നു. നിങ്ങളെ വാടായി നിങ്ങളെ തൊടുത്തല്ലേ നിങ്ങളെടുത്തോളി. അതായത് നമ്മളന്ന് പൈസ ചാടിപ്പോയത് അവരുടെ വീട്ടിലായിരുന്നു. ഓരോ തൊടുത്തല്ല പറഞ്ഞേ നിങ്ങളെ പാടായിരുന്നു.
ചിലപ്പോ ഓരെ തന്നെ ആവാം, പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മുടെ ഭാരതമല്ല, ചെക്കന്മാരോട് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെ പക്ഷെ ഞങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്ലാന് അത് നടക്കുമെന്ന് അറിയില്ല. കാരണം നമ്മുടെ ഫ്ലെക്സ് വെക്കുന്ന പരിപാടി അത് ഇന്ന് നടക്കൂല. ഇന്ന് ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി പറ്റില്ല. ഫ്ലെക്സും കടയിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവനെ വിളിച്ച് നോക്കുമ്പോൾ അവിടെ ഫുൾ ഓടാണെന്ന് പറഞ്ഞത്. അപ്പൊ നാളേക്ക് നടക്കൂല. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ആ ഒരു ലീവാണ്. പിന്നെ മറ്റന്നെ തിങ്കളാഴ്ച ഇനി നടക്കുള്ളൂ. നോക്കണ്ട. ഇപ്പൊ സമയം 2 മണി ആയിട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ചൊക്കെ ഇറങ്ങി 2 മണി നേരമായി. ഓടാൻ വേണ്ടിട്ട് പോവാണ് വീണ്ടും. ഒരു ചക്ക എത്തിക്കണേ. എല്ലാരും പാടെ ഒരു ചക്കനെ സൈസാക്കണ പരിപാടിയിലാണ്. ചോറായിട്ട് കഴിക്കട്ടെ. കഴിക്ക്. ഞാനില്ല, എനിക്ക് വേണ്ട. കയ്യുമ്മലാവും, സ്മെല്ലാവും. കൈ കഴിക്കാനൊക്കെ ഇവിടെ വെള്ളം കിട്ടും. എന്നാലും ചക്കനോടൊപ്പം ഞാൻ ഭക്ഷണം കഴിച്ചു വന്നിട്ട് കിട്ടില്ല. വിശന്ന് നിൽക്കുകയാണെങ്കിൽ ഓക്കെ പടർത്ത് തിന്നും. ഇയാളൊക്കെ പെരുമ്പീറ്റ് നല്ല തീറ്റ ഒന്നുണ്ട് കേട്ടോ. വേണ്ട, ഇപ്പൊ നീട്ടിയതല്ലേ. വാവ്, നല്ല മതിയല്ലേ. നാളെ വരും. അത് വരും. മതി ചക്ക തിന്നിട്ടില്ലെങ്കിൽ നഷ്ടാവട്ടോ. വാവ്, അടിപൊളി ചക്ക. വല്ലാത്ത സമയം എന്ന് പറയുന്നത് 3:25. ഉച്ചയ്ക്ക് ശേഷം 1-2 ലോക്കലുകളൊക്കെ പോയി. ഇതൊരു 3ാമത്തെ ലോക്കലാണ്. ലോക്കലല്ല, ഇതൊരു 70 രൂപ. 70 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലോക്കലെല്ലാം അങ്ങോട്ട് കൊടുക്കാറില്ല. കുറച്ചൊരു സ്റ്റാൻഡേർഡൊക്കെ പോയി 70ഒക്കെ. അങ്ങനെ 70 കിട്ടീന്. പിന്നെ പൊതുവെ മോശമാണ്. എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ എടായിലൊന്നും ഇപ്പൊ വന്നൊക്കെയല്ലേ. ഇപ്പോ മഴയൊക്കെ ആയതുകൊണ്ടേ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ വണ്ടികൾ പോകുന്നതും തിരക്കും മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. തിരക്കാണ്, ബ്ലോക്ക് ഉണ്ട് ചെറുതായിട്ട്. വൈകുന്നേരം ആയില്ലേ, ഈവനിങ് ആയി. ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഇവിടെ 4:25 കഴിഞ്ഞു, 4:06 വെറുതെ ഇവിടെ നിന്ന് വന്ന് നിന്നതാണ്. മഴ ആയതുകൊണ്ട് പടിമലൊന്നും ആരും ഇരിക്കലില്ല. എല്ലാവരും വണ്ടിയിൽ തന്നെ ഒതുങ്ങിക്കൂടലാണ്. സാദിഖ് ബ്രോ ആണ് മുന്നിൽ. ഞാൻ 4ാമത്തെ വണ്ടിയാണ്. ഏത് നിമിഷവും നമ്മൾ പുറപ്പെടുന്നതാണ്. ഏത് നിമിഷവും പുറപ്പെടും. ആരോ ഒരാള് പറ്റിക്കപ്പെട്ടു. ഒന്നില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ കസ്റ്റമർ. കാരണം എന്താ വെച്ചാല് ഇതാണ് എൻ്റെ കയ്യിലുള്ള പൈസ. ഇപ്പൊ ഇറങ്ങിയ ആള് ലോക്കലാ പോകുന്നത്. 50 രൂപ തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ 20 രൂപ ബാക്കിയും കൊടുത്തു. പക്ഷെ എങ്കിൽ ബാക്കിന്റെ കയ്യില് ഇതിൽ 50ന്റെ നോട്ട് കാണാനില്ല. പോക്കറ്റിലില്ല, ഞാൻ ഇരിക്കുന്നിടത്തൊന്നുമില്ല. ഫുൾ ഓപ്ഷൻ കാലിയാണ് എല്ലായിടത്തും. നോക്കി ഞാൻ ഇല്ല. അപ്പൊ എവിടെ പേച്ചത്, ആർക്കാ പേച്ചത്? ഞാൻ അദ്ദേഹം 100 ആണക്കി തന്നത്. എന്റെ പോക്കറ്റിൽ രണ്ട് 50 ഉണ്ടായിരുന്നോ? എന്റെ പോക്കറ്റിൽ 200 ഉണ്ടായിരുന്നോ? അത് കൺഫ്യൂഷൻ ആയിക്ക്. എനിക്കറിയാനുള്ള എത്ര 100 നോട്ട് കഴിഞ്ഞപ്പോ ആർക്കപ്പോ നഷ്ടം പറ്റി അറിയില്ല. എന്തായാലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക 50 റുപ്യ. അദ്ദേഹത്തിനാണ് നഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുന്നത് 70 റുപ്യ. അങ്ങനെയാണ് ഇപ്പൊ അതിന്റെ കിടപ്പ് വന്നിട്ടുള്ളത്. നാട്ടിക്ക് വീടിന്റെ അടുത്തേക്ക് ട്രിപ്പ് കിട്ടിയതാണ് ലോക്കല്. സമയമൊക്കെ ഒരുപാടായിട്ടാ, 6:35 അപ്പൊ ഞാൻ കുറച്ച് മീൻ വാങ്ങിയിരിക്കണം. അത് ഇവിടെ കൊടുത്തിട്ട് പോവാന്ന് കരുതി. അതവിടെ വെച്ച മമ്മീസ് കമ്മിങ്. ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു കേട്ടോ. മീനൊന്നും ഇപ്പൊ നല്ലതില്ല. മീനൊന്നും നല്ലതില്ല പോരെ. മണവാട്ടി കുട്ടി വരുന്നുണ്ട്, എന്റെ പൈതല് വരുന്നുണ്ട്, എന്റെ പൈതല്. ഇരിക്ക് വേഗം പോകണേ. ഇന്ന് നിങ്ങളെടുത്ത് വെച്ച പാന്റാണ് ഇട്ടേക്കുന്നത്. അത് ശരിയാണല്ലോ. ചോപ്പല്ല. എത്ര വട്ടം പറഞ്ഞു തന്നേക്കണം. ഇനി പറഞ്ഞു തരില്ല കേട്ടോ. ഇനി പറഞ്ഞു തരില്ല കേട്ടോ.
എല്ലാരും അവിടെ കളിക്കുന്നുണ്ട്. ആര്യക്കുട്ടി മാത്രം അവിടെ കളിക്കാൻ പോകൂല. അതെന്താണെന്നാണ് അറിയാത്തത് അല്ലേ? കാർട്ടൂണ്. ആര്യക്കുട്ടി ആര്യക്കുട്ടി അമ്മ ഇവിടെ ഇറക്കിക്കോ. ആര്യക്കുട്ടി കളിയില്ല, ഫുള്ള് കാർട്ടൂണായി. ഓഫാക്കി. പപ്പാന്റെ പപ്പ പോകണ്ടായില്ലേ? പപ്പ പോണ്ട്. ഓക്കെ ബൈ ബൈ. ഓക്കെ എന്ത് ബൈ ബൈ, ഒന്നുമില്ല, അവിടെ ഇറങ്ങിപ്പോയി. ഏതായാലും ഞാൻ ആ മീനെ കൊടുത്തു. ഇനിയും അങ്ങാടിയിലേക്ക് തന്നെ ഞാൻ പറഞ്ഞതുപോലെ 3-4 ലോക്കലൊക്കെ പോയിട്ടാ. 3-4 ലോക്കലൊക്കെ പോയി. ചെങ്ങന്മാരെ ഫസ്റ്റ് ഗ്യാപ്പിലാണ്. അപ്പൊ 7:20 സമയം. ഞാൻ പറഞ്ഞില്ലെന്ന് നമ്മുടെ ഫ്രണ്ടിന്റെ അച്ഛൻ മരണപ്പെട്ട 40 അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒരാൾ ഇന്നുകൂടി വിളിച്ചിക്കണേ. അപ്പൊ അതിന് പോണൊക്കെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് ആ കൺഫ്യൂഷനായി. ഇപ്പൊ തന്നെ എടുത്ത് പോയാലോ വണ്ടി, അതോ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തിയാൽ മതിയോ? 22 ഞാൻ എന്താ വെച്ചാല് അത് നേരം വൈകാൻ വേണ്ടി പറ്റില്ല. ഞാൻ പോവാണ്. നേരം വൈകിയാലേ മോശമാണ്. മോശം എന്ന് പറഞ്ഞാല് ഇത് പറ്റില്ല. അങ്ങനെ അതാണ് ഞാൻ മാക്സിമം നേരത്തെ എത്താൻ വേണ്ടിട്ട് നോക്കട്ടെ. ഈ നിൽക്കുന്ന ആളുകളൊക്കെ ബസ്സിനാട്ടാ. അപ്പൊ പാലത്തിങ്കലാണ്. അവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട്. ഇതാണ്ട് ഈ കാണുന്ന ലൈറ്റാണ് നമ്മുടെ വീട്. അപ്പൊ അവിടേക്ക് പോകണം. കുറച്ച് കേട്ടെ ഓലൊക്കെ ഏതായാലും പാലത്തിങ്കരിക്കുന്നുണ്ട്. ഓലപ്പം ഒരുമിച്ചത് പോവാം. ചെങ്ങന്മാരെ ഞാൻ പിന്നെ അങ്ങാടിയിലെത്തി. വേറൊന്നല്ല, സതീശന് അച്ഛന്റെ ഫോട്ടോത്തിന്റെ താഴത്ത് മറ്റേ എന്താ പറയാ ദീപം പോലെ കത്തണ ആർട്ടിഫിഷ്യൽ ലൈറ്റ് വേണം പറഞ്ഞു. അപ്പൊ ആർട്ടിഫിഷ്യൽ ലൈറ്റുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നത് വണ്ടൂര് ടൗണില് ഇലക്ട്രോ പോയിന്റ് പറഞ്ഞ കടയുണ്ട്. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ മറ്റേ ഓടി ബാബൊക്കെ വാങ്ങിയത് വിടണാട്ടാ. അപ്പൊ അവിടെ നിന്ന് പോയി ചോദിച്ചു നോക്കട്ടെ, ചിലപ്പോൾ അവിടെ കിട്ടും. ഇല്ലാന്നാണെങ്കിൽ തിരിച്ചു പോവാം. ആ സാധനം ഇവിടെ ഇല്ല കേട്ടോ. അതായത് അതിപ്പോ വരുന്നില്ല എന്നാണ് അവര് പറയണത്. എനിക്ക് തോന്നുന്നു വാണിമ്പലത്ത് ചിലപ്പോൾ ഉണ്ടാവും. വാണിമ്പലത്തിൽ നിന്നാണ് ഞാൻ നമ്മുടെ വണ്ടീൻ്റെ ചാർജറൊക്കെ വാങ്ങിയത്. അപ്പോൾ ചെങ്ങന്മാരെ പാലത്തിങ്ങ ഈ പറഞ്ഞതുപോലെ തവളകളുടെ കരച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നൈസായിട്ട് അവൻ്റെ വീട്ടിലേക്ക് കയറുവാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് 8:15 ഒരു 10-10:30 ആവും ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ല വീഡിയോ കിട്ടിയാൽ പിന്നെ വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.